നമസ്കാരം. ട്രംപിന്റെ തലക്കടിച്ച് നെതന്യാഹു. US-ഇറാൻ സമാധാന കരാർ നെതന്യാഹു പൊളിച്ചു. ലബനനിൽ തട്ടി US-ഇറാൻ സമാധാന കരാർ പൊളിയുന്നു. ഇസ്രായേൽ സൈന്യം ലബനനിലും സിറിയയിലും ഗാസയിലും തുടരുമെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു മുന്നോട്ടു പോകുന്നു. തങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ സൈനിക സാന്നിധ്യം തുടരുമെന്നും ട്രംപിന്റെ വാക്കുകളെ അവിശ്വസിച്ചുമൊക്കെ ഇസ്രായേലിന്റെ യാത്ര തുടരുന്നു. ഇസ്രായേൽ കടുംപിടുത്തത്തിൽ തന്നെയാണ്. ആ കടുംപിടുത്തത്തിൽ ലോകം ആശങ്കയോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യയിൽ ഏകദേശം 3 മാസത്തിലേറെയായി തുടരുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുവാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിലെത്തി എന്ന വാർത്തകൾക്ക് പിന്നാലെ തങ്ങളുടെ സൈനിക നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. US-ഉം ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ ധാരണകൾ ഇസ്രായേലിന് ബാധകമല്ലെന്നും ദക്ഷിണ ലബനൻ, സിറിയ, ഗാസ സ്ട്രിപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ലബനനിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇറാനുമായുള്ള കരാറിൽ ആശങ്കകൾ ഉടലെടുത്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപീകരിച്ച സമാധാന കരാറിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുന്നതാണ് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കമെന്ന് പറയപ്പെടുന്നത്. തങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ഈ പ്രദേശങ്ങളിലെ സൈനിക സാന്നിധ്യം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ പ്രകാരം പശ്ചിമേഷ്യൻ മേഖലയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കാനും സൈന്യങ്ങളെ പിൻവലിക്കാനുമായിരുന്നു ധാരണ. എന്നാൽ അതിർത്തികളിൽ തങ്ങൾ രൂപീകരിച്ചിട്ടുള്ള സുരക്ഷാ മേഖലകൾ അതുപേക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കുന്നു. ഗാസയിലും ലബനനിലും സിറിയയിലും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിന് ഇപ്പോഴും ഭീഷണിയാണ് എന്നും അതുകൊണ്ട് തന്നെ സൈന്യത്തെ പിൻവലിക്കുന്നത് രാജ്യത്തെ വീണ്ടും അപകടത്തിലാക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. മേഖലയിലെ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പരസ്യ പ്രതികരണം എന്ന് പറയപ്പെടുന്നത്. കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ വരുന്ന വെള്ളിയാഴ്ച ഒപ്പുവെക്കാനിരിക്കുന്ന US-ഇറാൻ സമാധാന ഉടമ്പടിയിലൂടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുവാനും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം പുനഃസ്ഥാപിക്കുവാനും സാധിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുവാൻ വിസമ്മതിച്ചതോടെ ഇറാൻ കരാറിൽ നിന്ന് പിന്മാറുമോ എന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ലബനന്റെയും സിറിയയുടെയും പരമാധികാരത്തെ മാനിക്കണമെന്നും വിദേശ സൈന്യങ്ങൾ അടിയന്തരമായിട്ട് പിന്മാറണമെന്നുമാണ് ഇറാന്റെ പ്രധാന ആവശ്യമെന്ന് പറയപ്പെടുന്നു. ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ നേതാക്കളും സൈനിക കമാൻഡർമാരും നെതന്യാഹുവിന്റെ കടുംപിടുത്തത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടുള്ള സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കിയ ഇസ്രായേലിന്റെ ഈ ഉറച്ച നിലപാട് വരും ദിവസങ്ങളിൽ US-ഇസ്രായേൽ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുമാണ് നയതന്ത്ര ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ സമാധാന കരാർ അതുപ്രകാരം ഇറാന്റെ ആണവ മോഹങ്ങൾ തടയുന്നതിനൊപ്പം മേഖലയിലെ യുദ്ധമുഖങ്ങളിൽ നിന്നെല്ലാം സൈന്യത്തെ മാറ്റേണ്ടതുണ്ടായിരുന്നു. എന്നാൽ കരാറിലെ ഈ പ്രധാന വ്യവസ്ഥ അംഗീകരിക്കുവാൻ ഇസ്രായേൽ തയ്യാറാകാത്തത് വൈറ്റ് ഹൗസിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ സമാധാന ദൂതുമായി എത്തിയ നയതന്ത്രജ്ഞരെ പോലും നിരാശപ്പെടുത്തുന്ന നിലപാടാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനമെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇറാന്റെ പാവകളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹമാസും അതിർത്തികളിൽ തക്കം പാർത്തിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം തങ്ങൾ പിന്മാറില്ല എന്നാണ് ഇസ്രായേൽ സൈനിക കമാൻഡർമാരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കരാർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും കമാൻഡർമാരെയും ഇല്ലാതാക്കിയ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നും ലബനനിലെ സൈനിക നീക്കം കൂടുതൽ ശക്തമാക്കുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചതോടുകൂടി സത്യത്തിൽ വീണ്ടും ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണ വെറും ജലരേഖയായി മാറുമോ എന്ന ഒരു ആശങ്കയിൽ ലോകം എത്തിച്ചേരുന്നു. ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹുവിന്റെ ഈ കടുംപിടുത്തം കടുത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ മെരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കരാറിൽ നിന്നും ഇറാൻ പിന്മാറുമെന്നും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു. ഇസ്രായേൽ നൽകുന്ന സൈനിക സഹായങ്ങൾ നിർത്തിവെക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ് അമേരിക്ക നൽകുമോ അതോ നെതന്യാഹുവിന് മുന്നിൽ ട്രംപ് വഴങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെ തന്നെ കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ നിൽക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ മിന്നലാക്രമണം ട്രംപിനെ കടുത്ത ദേഷ്യത്തിലാക്കിയിരുന്നു. ട്രംപ് ഫോണിലൂടെ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ ചീത്ത വിളിച്ചതായിട്ടുള്ള അസഭ്യവർഷം നടത്തിയായിട്ടുള്ള വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതിനോട് പ്രതികരിക്കവേ താൻ ട്രംപുമായിട്ട് എപ്പോഴും ഒരേ കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളെ കാണുന്നതെന്നാണ് നെതന്യാഹു അന്ന് തുറന്നടിച്ചത്. കഴിഞ്ഞ ദിവസം തങ്ങൾ ദക്ഷിണ ലബനനിൽ ഒരു ബഫർ സോൺ നിർമ്മിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉള്ളിടത്തോളം കാലം അവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് തുളച്ചു നിൽക്കാതെ അടങ്ങില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മന്ത്രിമാരുടെ നിലപാടെന്ന് പറയുന്നത്. അതിനിടെയാണ്
ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തതായിട്ട് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കുന്നു. കപ്പലുകൾ ഇതിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവിടെയാണ് ഇറാന്റെ അടുത്ത പണി വരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി പോകുന്ന കപ്പലുകളിൽ നിന്നും വൻതുക ടോൾ ഈടാക്കാനാണ് ടെഹ്റാന്റെ നീക്കം. ഇത് ട്രംപിന്റെ മുൻ പ്രഖ്യാപനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഒരു കാരണവശാലും ടോൾ നൽകാൻ അനുവദിക്കില്ല എന്നും എല്ലാ ചീട്ടുകളും തങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം പ്രതികരിക്കുമ്പോഴും അവിടെയും ഇറാൻ തങ്ങളുടെ നേട്ടം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ എന്തായാലും ഈ സമാധാന കരാർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ലെബനനിൽ തട്ടി US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ പൊളിയുന്ന അല്ലെങ്കിൽ പൊളിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇസ്രായേൽ സൈന്യം ലെബനിലും സിറിയയിലും ഗാസയിലും ഒക്കെ തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ സൈനിക സാന്നിധ്യം തുടരുമെന്നുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് കൂടി നെതന്യാഹു വ്യക്തമാക്കുമ്പോൾ ട്രംപിന്റെ വാക്കുകളെ അവിശ്വസിക്കുകയാണ് ഇസ്രായേലിന്റെ കടംപിടുത്തത്തിൽ ലോകം ആശങ്കയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ട്രംപിന്റെ തലയ്ക്ക് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് നെതന്യാഹു. കാരണം ട്രംപ് പറയുന്ന തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ തങ്ങൾക്കാകില്ല, ഇറാനെ നിലംപരിശാക്കിയതിനു ശേഷം മാത്രമേ പിന്നോട്ടുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പോവുകയും ട്രംപിന്റെ തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ട്രംപിന് കരണത്തേൽക്കുന്ന അടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ US-ഇറാൻ സമാധാന കരാർ എന്ന് പറയപ്പെടുന്നത് പൊളിക്കുന്നത് സത്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു.